ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നുണ്ട് ഒരു അൺബോക്സിംഗ് ചെയ്യാനായിട്ടാണ്. അൺബോക്സിംഗ് വെച്ചാൽ വേറെ ഒന്നുമല്ല, നമ്മുടെ ഒരു കിടലാച്ചി ഫോൺ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ക്യാറ്റ് S42 എന്നാണ് ഇപ്പോൾ ഈ ഫോണിൻ്റെ പേര്. വലിച്ചെറിഞ്ഞാലൊന്നും ഒരു കുഴപ്പം പറ്റില്ല, നല്ല ഡ്യൂറബിൾ ആയിട്ടുള്ള ഫോണാണ്. പ്രത്യേകിച്ച് ഇത് കൂടുതലും ദുബായിലും അയർലൻഡിലൊക്കെ കുറേ ബിൽഡേഴ്സാണ് ഇത് യൂസ് ചെയ്യുന്നത്. ബിൽഡേഴ്സ് എന്ന് വെച്ചാൽ ഈ കൺസ്ട്രക്ഷൻ വർക്ക്സ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരല്ലേ, അവരാണ് ഏറ്റവും കൂടുതൽ ഫോൺ യൂസ് ചെയ്യുന്നത്. ഇത് ഫോൺ നല്ല ഫോൺ തന്നെയാണ്, ഇതിന് പ്രശ്നങ്ങളൊന്നുമില്ല. നല്ല അത്യാവശ്യം നല്ല 13 മെഗാ പിക്സൽ ക്യാമറ, 4200 mAh ബാറ്ററി, നല്ല ഡ്യൂറബിൾ ആയിട്ടുള്ള ഫോൺ, ഇതെല്ലാം നല്ലത് തന്നെയാണ്. പക്ഷേ ഇതിനകത്തൊരു കാര്യമുണ്ട്, കമ്പനി തന്നെ പറയുന്നൊരു സാധനമുണ്ട്. ഇത് കാണാൻ പറ്റുമായിരിക്കും, ക്യാൻസർ ആൻഡ് റീപ്രൊഡക്റ്റീവ് ഹാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ഉപയോഗിക്കുന്നവർക്ക് ക്യാൻസർ ആകാനുള്ള ചാൻസ് കൂടുതലാണെന്ന് കമ്പനി തന്നെ പറയുന്നുണ്ട്. റീപ്രൊഡക്റ്റീവ് ഹാം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാണല്ലോ, നമ്മുടെ തലമുറയിലൊക്കെ ബാധിക്കാൻ വേണ്ടിയുള്ള സാധനങ്ങളായത്. അപ്പം ഈ ഫോൺ ഉപയോഗിക്കുന്നവരും ഈ അൺബോക്സിംഗ് ചെയ്യുന്നവരും അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് റിവ്യൂ ചെയ്യുന്നവരും പ്രത്യേകിച്ച് ഇതും കൂടെ ഒന്ന് പറയുന്നത് നന്നായിരിക്കും. അപ്പോൾ ഞാൻ കുറേ വീഡിയോസ് കണ്ടതിലൊന്നും ഇത് ആരും പറയുന്നില്ല. അപ്പോൾ ഞങ്ങളുടെ ഷോപ്പിൽ ഈ ഫോൺ വന്നപ്പം ഞാൻ ഫുള്ളൊന്ന് ചെക്ക് ചെയ്തതിൻ്റെ കൂട്ടത്തിൽ കണ്ടൊരു സാധനമാണിത്. ഇതൊന്നും ആരും പ്രത്യേകിച്ച് നോക്കാറില്ല, പക്ഷേ നോക്കുന്നത് നമുക്ക് ശരീരത്തിന് നന്നായിരിക്കും. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക, ഇത് എല്ലാവർക്കും ഒന്ന് അറിയിക്കുക.